പ്രസവിച്ചാൽ മാത്രമേ നിങ്ങൾ അമ്മയെ ആവുള്ളൂ എന്നുള്ള ഒരു ഭയങ്കര ക്രൂവലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അത് ശരിക്കും ഒരാളോട് നമ്മൾ ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു, ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ആ മരിച്ച ആളെ പോലും വെറുതെ വിടാത്ത സൊസൈറ്റിയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അത്രയും മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലും അത്രയും മോശമായിട്ടുള്ള ജീവിത സാഹചര്യത്തിലുമാണ് എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. പക്ഷെ ജനറലി അങ്ങനൊരു സൊസൈറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ളത്. മുറിവ് എന്നുള്ള പാട്ട് കേൾക്കുന്നവർക്കാണ് സെൻസിറ്റീവ് ആണെന്ന് പറയുന്നത്. കമന്റ് സെക്ഷനിലൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്കി, മുറിവ് പാട്ട് കേൾപ്പിച്ചു, അപ്പം അവള് പറയുന്നത് അവൾക്ക് ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് അവള് പറയുന്നത്. അത് ഭയങ്കര മണ്ടത്തരമല്ലേ അത് അങ്ങനെ ചിന്തിക്കുന്നത്? എൻ്റെ വീട്ടിൽ നടന്നിട്ടില്ല, അതുകൊണ്ട് വേറെ ഒരു വീട്ടിലും നടന്നിട്ടില്ല എന്നുള്ളത്. സെൻസിബിൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മേ ബി ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പം ശരിക്കും ഒരു ക്രിറ്റിസിസം സീരിയസ് ആയിട്ട് പറയുന്ന ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നു കമന്റ് സെക്ഷനേക്കാളും കൂടുതൽ ആൾ ഇൻബോക്സിലായിരിക്കും വരിക. ഞാൻ പേഴ്സണലി ഒരിടത്തും പോയിട്ട് കമന്റ് സെക്ഷനിൽ പോയിട്ട് ഒരാളെ ചീത്ത വിളിക്കുന്ന ആളല്ല. ഐ കൻ നെവർ തിങ്ക് അബൌട്ട് ഡൂയിങ് ദാറ്റ്. അയാൾ വന്ന് പറഞ്ഞു എന്നുള്ളത്, നിങ്ങളെ വിഷമിപ്പിച്ചു എന്നുള്ളത് നിങ്ങളൊരു വീക്ക് പേഴ്സൺ ഒന്നും ആവും. ദർ ഇസ് നത്തിങ് ലൈക്ക് എ വീക്ക് പേഴ്സൺ, സ്ട്രോങ് പേഴ്സൺ, അങ്ങനൊന്നും ഇല്ല. കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴേ തളർന്നു പോകുമല്ലോ നമ്മള്. അപ്പോൾ ഒരു കംബാക്ക് എടുത്ത് വരാനുള്ള ബ്രേക്സും വർക്കിൽ നിന്നുള്ള ഗ്യാപ്പും ഒക്കെ ഗൗരി എടുക്കാറുണ്ട്. എനിക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട്. എനിക്ക് ധാരാളം സമയമുണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളല്ല, എനിക്ക് തോന്നുന്നതാണത്. എനിക്ക് ഒരുപാട് സമയമുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് നമുക്ക് ഓഫ് സീസൺ ടൈമാണ്. മഴ ജൂലൈ ഒരാഴ്ച മുന്നേ ആണ് ഷോ. ഇനിയിപ്പോൾ ഒരു ഓഗസ്റ്റ് വരെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. സമയത്തിന് നമുക്ക് യാതൊരു കുറവുമില്ല. ഇരുന്ന് വിഷമിക്കാനും ഇരുന്ന് മറ്റേ റെസ്റ്റ് എടുക്കാനും ഉള്ള ഒരുപാട് സ്പേസ് എനിക്കുണ്ട്. അങ്ങനെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും എന്തെങ്കിലും അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അപ്പൊ ആ ഇരിക്കുന്ന സമയം തന്നെ എനിക്ക് ധാരാളമാണ്. ബ്രേക്ക് എടുക്കാനും റെസ്റ്റ് എടുക്കാനും എല്ലാം അതെല്ലാം ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സോർട്ടഡ് ആണ്. ഈ ഇൻസെൻസിറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ ലൈഫിലും, അനോണിമസ് ആയിട്ടുള്ള മുഖങ്ങളില്ലാത്ത ഒരുപാട് പേര്. ഈ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളോട് ഗൗരിക്ക് എന്തായിരിക്കും പറയാനുള്ളത്? ഇപ്പൊ അങ്ങനെ ഒരാൾ ഇത് ഗൗരിയാണെന്ന് കണ്ടിട്ട് ഇത് കേൾക്കാനിരിക്കുകയാണെങ്കിൽ ആ ഒരു വ്യൂവറിനോട് ഗൗരിക്ക് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഒന്ന്, ഇൻസെൻസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് അയാളുടെ ജീവിതം അത്രയും കഷ്ടത്തിലാണ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഞാൻ പേഴ്സണലി ഒരിടത്തും പോയിട്ട് കമന്റ് സെക്ഷനിൽ പോയിട്ട് ഒരാളെ ചീത്ത വിളിക്കുന്ന ആളല്ല. ഐ കൻ നെവർ തിങ്ക് അബൌട്ട് ഡൂയിങ് ദാറ്റ്. അത്രയും മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലും അത്രയും മോശമായിട്ടുള്ള ജീവിത സാഹചര്യത്തിലുമാണ് എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അത് എൻ്റെ നേരെ ഇവർ ബഹളം വയ്ക്കുന്നത് ഇസ് കംപ്ലീറ്റ്ലി അബൌട്ട് ദം. അതാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അങ്ങനെ ഒരാൾ ഓർക്കേണ്ട കാര്യം. അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാൾ ഓർക്കേണ്ട കാര്യം അത് നിങ്ങളെക്കുറിച്ചല്ല, അത് ചെയ്ത ആളെക്കുറിച്ചാണ്. അയാളെക്കുറിച്ചും അയാളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും അയാളുടെ ജീവിതം എന്ത് ദയനീയാണെന്നുള്ളതാണ്. അതിന്റെ റിഫ്ലക്ഷൻ മാത്രമാണ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളത് ചെയ്യുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. മീ ബീങ് എ വെരി ഹാപ്പി പേഴ്സൺ കമ്മിങ് ഫ്രം എനിക്ക് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം വളരെ നല്ലൊരു സ്പേസിലാണ്. ഈ സ്പേസ് ഇരിക്കുന്ന ഞാൻ ഒരിക്കലും ഒരാളെ പോയിട്ട് കമന്റ് സെക്ഷനും ചീത്ത വിളിക്കില്ല, നേരിട്ടും ചീത്ത വിളിക്കില്ല, ഇൻബോക്സും ചീത്ത വിളിക്കില്ല. എന്തുണ്ടെങ്കിലും നമ്മൾ സമാധാനമായിട്ട് കാര്യങ്ങൾ പറയുള്ളൂ, ഡീലിയുള്ളൂ. അപ്പം ആ സമാധാനം ഇല്ലായ്മ അയാൾ അത്രയും ഒരു വൃത്തികെട്ട അവസ്ഥയിലുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഇറക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് അതിൽ നിങ്ങൾ ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ ആ ഹേർട്ട് ആയി എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാം. ഇതിൽ ഞാൻ വിഷമിക്കാൻ പാടില്ല, ഇതിൽ ഞാൻ പേടിക്കാൻ പാടില്ല, റെസിസ്റ്റൻസ് നിർത്തിയിട്ട് ഇറ്റ്സ് ഓക്കെ ദാറ്റ് യു ആർ സ്കാഡ്, ഇറ്റ്സ് ഓക്കെ ദാറ്റ് യു ആർ സാഡ്. നിങ്ങൾക്ക് വിഷമം വരും, നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങളൊരു സോഷ്യൽ ജീവിയാണ്. വിഷമം ഇരുന്ന് കരഞ്ഞു തീർക്കുക. പേടിയുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്തിരുന്നിട്ട് അത് സൂത്ത് ചെയ്യുക, സെൽഫ് സൂത്ത് ചെയ്യുകയോ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് പറയുകയോ ചെയ്ത് ഡീൽ ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് അയാൾ വന്ന് പറഞ്ഞു എന്നുള്ളത് നിങ്ങളെ വിഷമിപ്പിച്ചു എന്നുള്ളത് നിങ്ങളൊരു വീക്ക് പേഴ്സൺ ഒന്നും ആവും. ദർ ഇസ് നത്തിങ് ലൈക്ക് എ വീക്ക് പേഴ്സൺ, സ്ട്രോങ് പേഴ്സൺ, അങ്ങനൊന്നും ഇല്ല. ഇതൊക്കെ നമ്മൾ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എല്ലാവർക്കും വിഷമവും കാര്യങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെ വീക്ക് സ്ട്രോങ് ഒന്നും ഇല്ല. അത് നിങ്ങൾക്ക് വിഷമിക്കണമെങ്കിൽ നിങ്ങൾ വിഷമിക്കാം, അത് പേടിക്കണമെങ്കിൽ പേടിക്കാം. ചിലപ്പം കുറേ ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ട് അല്ലെങ്കിൽ തിരിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ നിങ്ങൾ സ്റ്റക്ക് ആവണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിയെ മുൻനിർത്തി, ഇമോഷണൽ സേഫ്റ്റിയെ ഫിസിക്കൽ സേഫ്റ്റിയെ മുൻനിർത്തി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം, അത്രേ ഉള്ളൂ. ഈ തോണി എന്ന് പറയുന്നതാണല്ലോ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് ട്രാക്ക്. അപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് നമ്മൾ സ്വയം ചൂസ് ചെയ്ത് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ഫണ്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു മെനക്കെട്ട പരിപാടിയാണല്ലോ. അപ്പൊ ഈ ആദ്യത്തെ തോണി മുതൽ ഇതുവരെ എത്തുമ്പോൾ ഗൗരിയുടെ ഫിനാൻഷ്യൽ ലൈഫും ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ഫസ്റ്റ് ട്രാക്കിലേക്ക് എങ്ങനെയാണ് ഒരു മണി ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിച്ചുകൊണ്ട് വന്നത്?
ഫസ്റ്റ് ട്രാക്കിൽ ഞാനും എൻ്റെ ഒരു 2 ഫ്രണ്ട്സ് ഉണ്ട്, അവർ രണ്ടുപേരും കൂടിയാണ് പൈസ മെയിനായിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഏതൊക്കെ അവർ രണ്ടും മാത്രമല്ല, ആ സമയത്ത് ചെറുതും വലുതുമായിട്ട് പൈസ തന്ന് സഹായിച്ച പല സുഹൃത്തുക്കളുണ്ട്. തോണിയുടെ കാര്യത്തിൽ തോണിയിലൊരു നെവിൻ മെനാച്ചേരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടും പുള്ളിയുടെ ഒരു ഫ്രണ്ട്, അവർ രണ്ടുപേരാണ് മെയിനായിട്ടും പൈസ ഇട്ടിട്ടുള്ളത്. അത് വേറെ റിട്ടേൺസ് ഒന്നും എക്സ്പെക്ട് ചെയ്തല്ല, ദേ ജസ്റ്റ് പുട്ട് മണി, എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് പൈസ ഇട്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേജിൽ മുറിവിലൊക്കെ വി ഹാവ് ലൈക്ക് കുറച്ചുകൂടി നല്ല ഫണ്ടിങ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട് രാഘവ് സായിറാം എന്ന് പറഞ്ഞിട്ട്, ഹീസ് തമിലിയൻ, പുള്ളിയാണ് മുറിവ് ട്രാക്ക് മുതൽ ഇങ്ങോട്ട് ഓരോ ട്രാക്കിനും ഫണ്ടിങ് വരുന്ന രാഘവൻ. അത് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ്, റിട്ടേൺസ് ആ ഒരു പരിപാടിയിൽ തന്നെയാണ് അതിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് രാഘവന് എൻ്റെ ഫ്യൂച്ചറിലുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്തൊരു കാര്യമാണ്. അത് ചെയ്യാൻ ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്കൊന്ന് ഇപ്പം കുറച്ചുകൂടി ആ ഒരു ഇറ്റ്സ് ഈസിയർ ടു ഗെറ്റ് ദറ്റ് മണി ബാക്ക് കുറച്ചെങ്കിലും. തോണിയുടെ കാലത്തിനേക്കാളും ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോംസ് വഴിയാണെങ്കിലും ഈവൻ ഇൻസ്റ്റാഗ്രാം റീൽസിലുള്ള ഓഡിയോ ട്രാക്സ് വഴിയാണെങ്കിൽ പോലും കുറേയൊക്കെ ഈ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ. അജിത് ഹര ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് ബ്ലോ അപ്പ് ആയിട്ട് റവന്യൂ തന്ന ഒരു ട്രാക്കാണത്. അപ്പം ഇപ്പം കുറച്ചുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ക്ലാരിറ്റി ഇപ്പം നമുക്കുണ്ട്. ഏത് വർക്കാവും എന്നുള്ളത്, ഏത് വർക്കാവുന്നല്ല, എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്കാവും എന്നുള്ളൊരു സ്ഥലത്തോട്ട് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ വളരെ ഹോപ്പ്ഫുൾ ആണ്. ഇറ്റ്സ് ഓൺലി ഗെറ്റിംഗ് ബെറ്റർ. ഈ രത്നമാല സീരീസിലെ ആയർപ്പാടി എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ, എനിക്കത് ആദ്യം ജോഷ് ടോക്ക് കേൾക്കുന്നതിന് മുന്നേ എനിക്കതൊരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് മാത്രമായിരുന്നു. പക്ഷെ ആ ഒരു പേഴ്സണൽ ഇൻസിഡന്റിലൂടെ അങ്ങനെ ഒരു മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെയിനിലൂടെ കടന്നു പോയതിനു ശേഷം ഈ ആയർപ്പാടി എന്ന് പറയുന്ന മദർഹുഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാട്ട് ഗൗരി ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഇമോഷണലി വൾണറബിൾ ആയിട്ടാണ് ചെയ്തത്? അതോ ഈ നേരത്തെ എന്നോട് പറഞ്ഞ ആ ഒരു റാഷണൽ സ്റ്റേറ്റിലായിരുന്നു അത് ചെയ്യുമ്പോൾ? ആയർപ്പാടി എനിക്ക് തോന്നിയിട്ടുള്ള, എനിക്ക് ആ ഒരു ആയർപ്പാടി ആണെങ്കിലും അത് കഴിഞ്ഞുള്ള ആണെങ്കിലും മദർഹുഡിനെ കുറിച്ചുള്ള എൻ്റെ പെർസ്പെക്റ്റീവ് കുറേ മാറിയിട്ടുണ്ട്. എനിക്കിപ്പം മദർഹുഡ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് മാത്രം തോന്നേണ്ട കാര്യം, അല്ലെങ്കിൽ ഒരു സ്വയം ഉണ്ടാക്കിയാൽ മാത്രം ഉള്ളൊരു അങ്ങനത്തെ ഒരാളോട് മാത്രം തോന്നുന്ന കാര്യം എനിക്കിപ്പോൾ തോന്നുന്നില്ല. എനിക്ക് 2 പട്ടി ഒരു പൂച്ചയുണ്ട്, പിള്ളേർ തന്നെയാണ് എൻ്റെ. ചിലപ്പം എനിക്ക് മദർഹുഡ് തോന്നുന്നത് വേറൊരാളുടെ കുട്ടിയോടായിരിക്കും, അല്ലെങ്കിൽ കുട്ടിയോട് തന്നെ ആയിരിക്കും, അഡൽട്ടിനോടായിരിക്കും തോന്നുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് തിങ് ഫോർ മീ റൈറ്റ് നൗ. ആയർപ്പാടിയിൽ ഒരു മെസ്സേജായിട്ട് കൂടുതലും കൊടുക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതേ സാധനം തന്നെയാണ്. അതിലും നമ്മൾ പറയുന്നത് യു ഡോണ്ട് ഹാവ് ടു ബി ബോൺ എ വുമൺ ടു ബി എ മദർ എന്നുള്ളൊരു മെസ്സേജ് തന്നെ. അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം ഈവൻ ആഫ്റ്റർ ഒരു അബോർഷൻ പ്രൊസീജിയറിൽ കൂടെ പോയി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഒരു പ്രഷർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാണ് ഡോക്ടറെ കാണിച്ചോ, എപ്പോഴാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, എത്ര നാളായി, പ്രായമായിക്കൊണ്ട്, ഇങ്ങനെയുള്ള കുറേ പ്രഷർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓൾറെഡി വി ആർ ഡീലിംഗ് വിത്ത് ഒരു ലോസിന്റെ ട്രോമ ഡീൽ ചെയ്യുന്നതിൻ്റെ കൂടെ വീണ്ടും ഇവർ പറയുന്നത് ആ ഒരു പ്രഷറിനെ കുറിച്ച് മാത്രമാണ്. അവർക്ക് ഗ്രീവ് ചെയ്യാനുള്ള സ്പേസ് പോലും സ്ത്രീകൾക്ക് കിട്ടുന്നില്ല ആ സ്പേസിൽ. ഉടനെ മറ്റേ പ്രഷറാണ്, അല്ലെങ്കിൽ യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു സ്പേസിലേക്കാണ് അത് പോകുന്നത്. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾ അമ്മയാകൂ, പ്രസവിച്ചാൽ മാത്രമേ നിങ്ങൾ ആവുള്ളൂ എന്നുള്ള ഒരു ഭയങ്കര ക്രൂവലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അത് ശരിക്കും ഒരാളോട് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന്ന് കുറേ മാറാനും മദർഹുഡ് എന്നുള്ള സാധനത്തിന് എൻ്റെതായ രീതിയിൽ ഡെഫിനേഷൻ കൊടുക്കാനും ഒക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ ആയർപ്പാടി ആ സമയത്തൊക്കെ ഐ തിങ്ക് അവിടെയാണ് ഞാൻ എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ് വാസ് മൈ സ്പേസ്. ആയർപ്പാടിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. വേറെ രസകരമായിട്ട് തോന്നിയൊരു സംഗതി, ഈ ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലെന്ന് ഒരുക്കി വെക്കേണ്ട പാട്ടിന്റെ ഒരു അനദർ വേർഷൻ ചെയ്തിട്ടാണ് ചേർത്തലയിലെ വീട് ഗൗരി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഭയങ്കര ബ്രില്യൻ. എന്താണ് ആൾക്കാരെ സംസാരിക്കാത്തത്, നോട്ട് ചെയ്യാത്തത് ഞാൻ ആലോചിക്കാറുണ്ട്. അതൊരു ഭയങ്കര ബ്രില്യൻ പരിപാടിയായിരുന്നു. ഡാൻസേഴ്സ് എല്ലാവരും ഉണ്ട്, വീടിന്റെ ഓരോ സ്പേസും നമ്മൾ കാണുന്നുണ്ട്. ഈ ഐഡിയ എവിടെ നിന്നാണ് ക്ലിക്കായത്? വീടിന് അത് ഹോം ടൂർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെ ഐഡിയ വന്നത്? എനിക്ക് വീട് ആളുകളെ കാണിക്കണം തോന്നി. ഇങ്ങനെ കാണിക്കും, ആസ് യൂഷ്വൽ എല്ലാം ചെയ്യാനുള്ള പാട്ട് പാടി കാണിക്കാം. എനിക്ക് ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പം അങ്ങനെ തന്നെ എനിക്ക് ആ വീട് എല്ലാവരെയും കാണിക്കണം തോന്നി. അപ്പം വെറുതെ ഇങ്ങനെ കാണിക്കുന്നതിന് പകരം എല്ലാവരെയും വിളിച്ച് 4 സ്റ്റെപ്പൊക്കെ കളിച്ച് അങ്ങനെ കാണിക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. ഈ ഹോം എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഗൗരിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മദർഹുഡ് എന്ന് പറയുന്നത് പല തലത്തേക്ക് ട്രാവൽ ചെയ്യുക, ലൈഫിന്റെ ഒരു 3/4 ഭാഗവും സ്റ്റേജിൽ ചെലവഴിക്കുന്ന ഒരാൾ. അപ്പൊ സ്റ്റേജ് ഹോമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്? അല്ലല്ല, ഹോം എന്ന് പറയുന്നത് എനിക്ക് സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് ഞാൻ എവിടെയാണോ ജീവിക്കുന്നത്, വേർ ഐ ചൂസ് ടു ലിവ്, അത് തന്നെയാണ് എനിക്ക് ഹോം എന്ന് പറയുന്നത്. അവിടെ സ്റ്റേജ് ഒരിക്കലും എനിക്ക് സ്റ്റേജ് ഇസ് ക്ലിയർലി മൈ വർക്ക് സ്പേസ്. അവിടെ ഒരിക്കലും എനിക്ക് സേഫ്റ്റി അല്ല ഫീൽ ചെയ്യുക. അവിടെ
എനിക്കൊരു ഡ്യൂട്ടി എന്നുള്ള സ്ഥലത്തു നിന്നാണ് സ്റ്റേജ് എപ്പോഴും ഞാൻ കാണുന്നത്. ആ ഒരു ഇവിടെ വരുന്നു, ഇത്ര ആളുകൾ കാണാൻ വന്നിട്ടുണ്ട്, ദേ ഷുഡ് ബി ഹാപ്പി, ഐ ഷുഡ് ബി ഹാപ്പി. ആസ് ഒരു പ്രൊഫഷണൽ സ്പേസ് നിന്ന് ഐ ഷുഡ് ഡെലിവർ മൈ ബെസ്റ്റ്. അത് പ്യുവർലി എനിക്ക് വർക്ക് സ്പേസ് ആണ്. ഹോം എന്ന് പറയുന്നത് എപ്പോഴും തിരിച്ച് പറ്റുമെങ്കിൽ ഇപ്പം അന്ന് രാത്രി തന്നെ എങ്ങനെയും വീട്ടിലെത്താമെങ്കിൽ ഐ ഓൾവേസ് പ്രിഫർ റീച്ചിങ് ബാക്ക് ഹോം. എനിക്ക് ഹോട്ടൽ റൂംസ് പോലും എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സ്ഥലമാണ്. എത്രയും പെട്ടെന്ന് വീടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ തൊഴിലിടം തന്നെയായിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഗൗരി ഭയങ്കര ബോൾഡായിട്ട് എല്ലാത്തിനെയും ഫേസ് ചെയ്യുന്നു. ഒരു സീരീസ് ഓഫ് ഇന്റർവ്യൂസിൽ വന്നിരുന്ന എനിക്ക് ഉൾപ്പെടെ ആൻസേഴ്സ് തരുന്നു. അപ്പൊ നമ്മൾ കാണുന്നത് ഒരു ബോൾഡ് എനർജറ്റിക് പെർഫോമർ, സിംഗർ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഈ തൊഴിലിടങ്ങളിലും ഈ പറയുന്ന സ്റ്റേജിലും സോഷ്യൽ മീഡിയയും ഗൗരിയുടെ ഒരു അനദർ വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം ബോൾഡായിട്ട് നമ്മൾ കാണുകയും ഇത്രയും അറ്റാക്ക് നേരിടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന ഈ ബോൾഡ്നെസ് മാത്രമാണോ ഗൗരി? അല്ല, പക്ഷെ അത് ഞാൻ പുറത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ മുമ്പിൽ മാത്രം ഞാനത് കാണിച്ചാൽ പോരെ. ഇവിടെ പോയി എല്ലാവരുടെയും മുമ്പിൽ ഇരുന്ന് അത് കാണിക്കേണ്ട ആവശ്യമില്ല. അവിടെ ആളുകൾ എന്നെ വിളിക്കുന്നത് മേ ബി ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടാനായിരിക്കാം, എൻ്റെ പേഴ്സ്പെക്റ്റീവ് അറിയാനായിരിക്കാം. ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഈ പാട്ട് ചെയ്തത്, എന്താണ് തോന്നുന്നത്. അത് ഇപ്പം ഇൻ്റർവ്യൂസ് പോലും ഇറ്റ്സ് വർക്കാണത്. വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് വർക്കാണ്, എനിക്കും വർക്ക് തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ ആർട്ടിനെ കുറിച്ച് സംസാരിക്കാനാണ് ഓരോ ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ ഇതിൻ്റെ പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇരിക്കുന്നത്. അത് സംസാരിക്കാം. അതല്ലാണ്ട് പക്ഷെ ഇമോഷണൽ സ്പേസ് വരുന്ന വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള എനിക്കറിയാവുന്ന ഒരു 2-3 ആളുകളുടെ ഉള്ളിൽ അല്ലെങ്കിൽ 4 പേരുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്നൊരു സ്പേസ് ആണത്. അത് അവിടെ മാത്രം നിന്നാൽ മതി. അത് പുറത്തു പോയിട്ട് എല്ലാവരുടെയും മുമ്പിൽ, അതും ഇത്രയും വേൾഡ് ഇസ് ബ്രൂട്ടൽ എന്ന് ഞാൻ പറയും. അതായത് ഈയിടയ്ക്ക് നോട്ടീസ് ചെയ്തായിരുന്നു, ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ആ മരിച്ച ആളെ പോലും വെറുതെ വിടാത്ത ഒരു സൊസൈറ്റിയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പം അത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു സ്പേസിലേക്ക് ഞാൻ എന്തിനാണ് എൻ്റെ അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് കൊണ്ട് കൊടുക്കുന്നത്? അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരുടെ ലൈഫിലുണ്ട്, അവരെ ഹാൻഡിൽ ചെയ്യട്ടെ. പുറത്തുള്ളവർക്ക് ഇൻഫർമേഷൻ മാത്രം കൊടുക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ. ഗൗരിയുടെ ഒരു ആരവേണുവിന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, അപ്പൊ ആ LED സ്ക്രീനിൽ കണ്ടത് നമ്മുടെ ഹരിശ്രീ അശോകൻ കൃഷ്ണനെയാണ്. അപ്പൊ എനിക്കത് ഭയങ്കര കോമഡി ആയിട്ടല്ല ഫീൽ ചെയ്തത്, എനിക്കതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഗൗരിയുടെ എല്ലാ പാട്ടിലും ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്. അപ്പൊ ഈ നേരവും കടന്നു പോവായാലും, ഇപ്പൊ മാനയായാലും ആയർപ്പാടി ആയാലും എല്ലാത്തിലും, മുറിവായാലും ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാത്തിലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഗൗരി പറയുന്ന ഈ പൊളിറ്റിക്സ് എല്ലാം ഹോൾ ഹാർട്ടഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി വരും, അങ്ങനെ ഒരു ടൈം വരുന്ന ഗൗരി എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു എക്സ്പെക്ടേഷനും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റി ഈസ് എ വെരി ബ്രൂട്ടൽ ഫോഴ്സ്, വളരെ ബ്രൂട്ടൽ ഫോഴ്സ് ആണ്. ഇപ്പം നിന്ന നിപ്പിൽ അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് വേണമെങ്കിലും തിരിയാം, എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. എനിക്കിത് മുന്നോട്ട് പോകും തോറും മുഖം കാണിക്കാതെ തന്നെ കാര്യങ്ങൾ പറയാം എന്നുള്ളൊരു സ്പേസ് കൂടുതൽ ആൾ കിട്ടും തോറും കൂടുതൽ അണംപത്തറ്റിക് ആയിട്ട് മാറുന്നു എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനുഷ്യനാണ്, അവർക്ക് ഈ മറ്റേ മാംസവും മജ്ജയും മനസ്സുമൊക്കെയുള്ള ആളാന്നുള്ളൊരു തിരിച്ചറിവ് പോലും ഇല്ലാതെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നൊരു സ്ഥലത്തോട്ടാണ് ഇത്. സോഷ്യൽ മീഡിയയുടെ ഒരു ഡൗൺ സൈഡ് ഞാൻ പറയാണ്. ഐ വോണ്ട് സേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബാഡ്. പക്ഷെ ജനറലി അങ്ങനൊരു സൊസൈറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ളത്, അങ്ങനൊരു വേൾഡാണ്. മനുഷ്യന്മാർ ജനറലി അങ്ങനെയാണ്. അത് ഒരിക്കലും മറ്റേ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഭയങ്കര മനോഹരമായ ലോകമാവുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ടാവും, ഇന്റൻസിറ്റി കൂടിയും കുറഞ്ഞും ഇരിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഒരു 100 വർഷം മുന്നേ ഉള്ള മനുഷ്യന്മാരെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഗൗരി മറ്റേ താഴമ്പൂ മുടിമുടിച്ച് ആ പാട്ടിന്റെ, ദേവരാഗത്തിലെ ആ പാട്ടിന്റെ ഒരു റീക്രിയേറ്റഡ് വേർഷൻ നമ്മുടെ മെട്രോയ്ക്കകത്ത് നിന്ന് ചെയ്ത്. മെട്രോ എങ്ങനെ കിട്ടി എന്നാണ് കമന്റ് സെക്ഷനിലുള്ളവർക്ക് അറിയേണ്ടത്. അപ്പോൾ അത് വേറൊരു പേഴ്സ്പെക്റ്റീവ് ആണല്ലോ പറയാൻ ശ്രമിക്കുന്നത് മാരേജിന്റെ. ഗൗരി ആണെങ്കിൽ ഒരു ഹാപ്പി പാർട്ണർഷിപ്പിൽ ഉള്ള ഒരാളാണ്. അപ്പൊ ഗണേശ് എന്നൊരു വ്യക്തി ലൈഫില് ഈ പാർട്ണർഷിപ്പിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റില് വളരെ എങ്ങായിരിക്കുമ്പോൾ കല്യാണം കഴിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊണ്ടുവന്ന ചേഞ്ചസ്, ആ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ചേഞ്ചസ്, അങ്ങനെ ഒരു ഹാപ്പി പാർട്ണർഷിപ്പിൽ നിൽക്കുമ്പോഴും ഈ അനദർ പെർസ്പെക്റ്റീവ് പറയണമെന്ന് തോന്നി. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ? ഞാൻ എഴുതിയിട്ടുള്ള പറയുന്ന കാര്യമാണെങ്കിലും എഴുതിയ കാര്യങ്ങളാണെങ്കിലും എന്നെക്കുറിച്ച് മാത്രമല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മുറിവ് എന്നുള്ള പാട്ട്, അതിന് ലിറിക്സ് എനിക്ക് വളരെ റാഷണലാണ്. കേൾക്കുന്നവർക്കാണ് അത് സെൻസിറ്റീവ് ആണെന്ന് പറയുന്നത്. പക്ഷെ അത് റാഷണൽ ആണെങ്കിലും ഇത് പെയിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള അറിവ് എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ഇമോഷണലി അതിനെ ടച്ച് ചെയ്യുന്നില്ല. പക്ഷെ എനിക്കറിയാം ഇത് ഇസ് പെയിൻഫുൾ തിങ്
ഇത് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അതുപോലെ ഇപ്പം എനിക്കൊന്ന് വേറൊരാളുടെ ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് എംപത്തി ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കേൾക്കുന്ന കഥകളായിരിക്കാം, നമ്മുടെ ചുറ്റുള്ള ആളുകളുടെ അനുഭവങ്ങളായിരിക്കാം, അത് കേൾക്കുമ്പോൾ അവരുടെ ഷൂസിനും കൂടെ കാണാനും അവരുടെ കൂടെ അവർക്ക് വേണ്ടിയും കൂടെ വിഷമിക്കാനും കൂടിയുള്ളൊരു സ്പേസ് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റീവ്ലി ഭയങ്കര ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താഴമ്പൂ എന്നുള്ള പാട്ടിൽ ആസ് ഒരു ഭാര്യ എന്നുള്ള കല്യാണം കഴിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഐ എം എക്സ്ട്രീംലി ഹാപ്പി ഇൻ മൈ മാരിഡ് ലൈഫ്. ഞങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷമായിട്ടാണ് പോകുന്നത്. പക്ഷെ ദാറ്റ് ഡസൻറ്റ് മീൻ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഒരുപാട് സ്ഥലത്ത് കമൻറ്റ് സെക്ഷനിലൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്കി, മുറിവ് പാട്ട് കേൾപ്പിച്ചു, അപ്പം അവൾ പറയുന്ന അവൾക്ക് ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ അത് ഭയങ്കര മണ്ടത്തരമല്ലേ അത് അങ്ങനെ ചിന്തിക്കുന്നത്. എൻ്റെ വീട്ടിൽ നടന്നിട്ടില്ല, അതുകൊണ്ട് വേറെ ഒരു വീട്ടിലും നടന്നിട്ടില്ല എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ഒരു വേറൊരാളുടെ ഷൂസിനും കൂടെ ആലോചിച്ച് ആ ഒരു അനുഭവം എനിക്കും കൂടെ ഫീൽ ചെയ്ത് എനിക്കത് ആർക്കെങ്കിലും വേണ്ടി ഇത് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറയുന്ന കാര്യം ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരാൾക്കെങ്കിലും ഒരു പൊടിക്ക് ധൈര്യം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൗരി, ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോഴേ ആരുടെ അടുത്തുനിന്നായിരിക്കും ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ എടുക്കുക? ഫാമിലി ആയിരിക്കോ, ഫ്രണ്ട്സ് ആയിരിക്കോ, അതോ ഒരു സ്വയം തോന്നുന്ന ഒരു ധൈര്യത്തിന് പുറത്ത് ചെയ്യുന്നതാണോ? ഒപ്പീനിയൻ എടുക്കാറില്ല. ഞാൻ തന്നെ കുറെ റീവിസിറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഒരു മെലഡി ഉണ്ടാക്കി വെച്ചിട്ട് അത് ചെയ്ത് വരുമ്പോൾ ഒരു സമയം എടുക്കുമല്ലോ, എപ്പോഴും സ്റ്റാക്ക് ആയിരിക്കും. ഒരു ഓൾറെഡി ഒരു 4 പാട്ട് നമ്മുടെ ഫ്രണ്ടിൽ ചെയ്യാനുണ്ടാവും. അപ്പോഴായിരിക്കും നമ്മൾ 5ാമത്തെ പാട്ട് ഉണ്ടാക്കുന്നത്. ഈ 4 പാട്ട് ചെയ്ത് തീരാനുള്ളൊരു സമയം കൊണ്ട് ഈ 5 പാട്ട് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഐ ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്. ചിലപ്പോൾ എനിക്ക് പകുതി വഴിക്ക് താല്പര്യം പോകും. അങ്ങനെയാണെങ്കിൽ ഞാനത് ഡ്രോപ്പ് ചെയ്യും. അല്ലാണ്ട് വേറൊരാളുടെ അടുത്തുനിന്ന് ഒപ്പീനിയൻ എടുക്കാറില്ല. ഇത് കഴിഞ്ഞിട്ട് വരുന്ന, നമ്മൾ പറയുന്ന കുറെ കാര്യം ഡിസ്കസ് ചെയ്യുന്ന കമന്റ് സെക്ഷന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വർക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ക്രിയേറ്റീവ് ക്രിറ്റിസിസംസ് ഉണ്ടല്ലോ, അത് ഗൗരി എങ്ങനെയാ എടുക്കുന്നത്, കീപ്പ് ചെയ്യുന്നത് എങ്ങനെ? വായിക്കാറുണ്ട്, നോക്കാറുണ്ട്. സെൻസിബിൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മേ ബി ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പം ശരിക്കും ഒരു ക്രിറ്റിസിസം സീരിയസ് ആയിട്ട് പറയുന്ന ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നു കമന്റ് സെക്ഷനേക്കാളും കൂടുതൽ ആൾ ഇൻബോക്സിലായിരിക്കും മെസ്സേജ് ചെയ്യാം. കാരണം കമന്റ് സെക്ഷനിൽ എപ്പോഴും കുറച്ചുകൂടി ഒരു അറ്റൻഷൻ സീക്കിങ് കൂടെ വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് കമന്റ് ഇടുക എന്ന് പറയുന്നത്. പക്ഷെ ഒരു ശരിക്കും ഒരാൾക്ക് ആത്മാർത്ഥമായിട്ട് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മോസ്റ്റ് ദറ്റ് പേഴ്സൺ വിൽ ബി സെൻഡിങ് എ മെസ്സേജ്. ഞാൻ മോസ്റ്റ് കേസസ് ആ പറയുന്നത്. കമന്റ് സെക്ഷനിൽ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ ഇൻബോക്സിലൊക്കെ വന്നിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു സാധനങ്ങൾ എഴുതി വിടുകയാണെങ്കിൽ, റെസ്പെക്ട്ഫുള്ളി എഴുതി വിടുകയാണെങ്കിൽ മേ ബി ഒന്ന് ചിലപ്പോൾ ഞാൻ ആലോചിക്കും. കൂടുതലും സോങ് സജഷൻസ് ഒക്കെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ ഇങ്ങനെ എലമെന്റ് ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് ഒക്കെ എനിക്ക് ഇൻബോക്സിൽ നിറയെ വരാറുണ്ട്. ഇങ്ങനെ വീഡിയോ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്ത് നോക്കിക്കൂടെ, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള കോൺവെർസേഷൻസ് ഒക്കെ കാര്യമായിട്ട് ഞാൻ ആലോചിക്കാറുണ്ട്. വീഡിയോ ഇസ് എ വെരി ന്യൂ തിങ് ഫോർ മി. ലൈക്ക് ഡിറക്ഷൻ എന്നുള്ള കാര്യം ഇസ് കമ്പാരിറ്റീവ്ലി ന്യൂ തിങ് ഫോർ. അത് കുറച്ചുകൂടെ ഞാൻ ശ്രദ്ധിക്കുന്നു എനിക്ക് തോന്നുന്നു. ആൾ പറയുമ്പോൾ ഒന്ന് കേൾക്കുന്നു തോന്നുന്നു. പാട്ട് നമ്മൾ ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ പാട്ടുണ്ടാക്കി വിട്ടു, അത് ആ സൈഡിലോട്ട് അധികം പോവാറില്ല. മ്യൂസിക് അല്ലാതെ ഗൗരിയെ വളരെ ഹാപ്പി പേഴ്സൺ ആയിട്ട് കീപ്പ് ചെയ്യുന്ന വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വളരെ ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ളൊരു ഡെയിലി ലൈഫ് റുട്ടീനിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നു, എൻ്റെ കട്ടൻ കാപ്പി കിട്ടുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, എക്സസൈസ് ചെയ്യാൻ പോണു, വീട്ടിലിരിക്കുന്നു, ബുക്ക് വായിക്കുന്നു, TV കാണുന്നു, സന്തോഷം. ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള, എക്സ്ട്രീംലി ഇൻട്രോവേർട്ടഡ്. എനിക്ക് ഏറ്റവും താല്പര്യം ഒരു മാസമൊക്കെ വേണമെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് ഇവിടെ തന്നെ ഇരിക്കും, ഒരു കുഴപ്പമില്ല എനിക്ക്. ഓക്കെ. ഗൗരിയുടെ മ്യൂസിക്കൽ ലൈഫിൽ മുന്നോട്ടേക്ക് എയിം ചെയ്യുന്ന ഒരു വിഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനൊരു പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയെ കുറിച്ചല്ല ചോദിക്കുന്നത്, ഞാൻ വിഷൻ ചെയ്യുന്ന ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, എനിക്ക് കൂടുതൽ പാട്ടുകൾ ഇറക്കണം, അത്രേ ഉള്ളൂ. കൂടുതൽ പാട്ടുകൾ ചെയ്യണം. ആസ് എ ലൈവ് പെർഫോമർ ചെയ്യുന്ന ക്വാളിറ്റി ബെറ്റർ ആക്കി കൊണ്ടുവരണം. എനിക്ക് നേരത്തെ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് എൻ്റെ കണ്ടിന്യൂഷൻ എനിക്ക് തോന്നുന്നത്, പുറത്തുനിന്നുള്ള ക്രിറ്റിസിസത്തേക്കാളും എനിക്ക് തോന്നുന്നൊരു കാര്യം, ഓരോ പാട്ട് ചെയ്യുമ്പോഴും ഓരോ ഷോ കഴിയുമ്പോഴും ഞാൻ എന്നെ തന്നെ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ കുറേ ചേഞ്ചസും കുറേ അപ്ഡേഷനും നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു പുറത്തുനിന്നുള്ള ഇൻപുട്ട് അധികം ഞാൻ എടുക്കാത്തത്. കാരണം സെൽഫായിട്ട് തന്നെ അത് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ഷോ കഴിഞ്ഞിട്ടും ഓരോ പാട്ടെല്ലാം കേട്ടിട്ടും അടുത്തത് എങ്ങനെ ഇവിടെ നിന്നപ്പോൾ ഇത് പഠിച്ചു, ഈ കാര്യം ഇവിടെ വർക്കൗട്ടായില്ല, അപ്പോൾ അടുത്ത പാട്ടിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ആലോചന ഒരു എക്സിക്യൂഷൻ സ്പേസിലേക്ക് വരുമ്പോൾ, ആ ഇംപ്ലിമെൻറ്റേഷൻ സ്പേസിലേക്ക് വരുമ്പോൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇനിയുള്ള പാട്ടുകളാണെങ്കിൽ ഈ പറഞ്ഞാൽ ഓരോന്നൊന്ന് പഠിച്ച് പുതിയതായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പുതിയതായിട്ട് കൂടുതൽ ആളുകൾക്ക് പരിചയമില്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് തന്നെയാണ്. മാക്സിമം ക്ലീഷേസ് കുറച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എനിക്ക്
ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യം. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി വർക്കിംഗ് ഫോർ എവർ. ഇപ്പം ഞാൻ മേ ബി ഒരു 40 വയസ്സിൽ ഇപ്പോൾ റിട്ടയറൊക്കെ ആവും. എനിക്കങ്ങനെ നേരത്തെ പറഞ്ഞ മ്യൂസീഷ്യൻ എന്നുള്ളത് മാത്രമല്ലല്ലോ എൻ്റെ ഐഡന്റിറ്റി. ആസ് എ പേഴ്സൺ വളരെ ലെയ്ഡ് ബാക്ക് ആയിട്ട് ഉള്ള ഒരാളാണ്. അപ്പം ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം പോകുന്നിടത്തോളം കാലം ഈ പറഞ്ഞ മാക്സിമം എക്സ്പെരിമെന്റ് ചെയ്ത് മാക്സിമം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. യെസ്. ഒരു ചോദ്യം കൂടി, മ്യൂസിക് ടീച്ചിങ്ങിലേക്കൂടെ ഈ കോവിഡ് സമയത്ത് കടന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് പെർഫോമറിന്റെ ഒരു പരിപാടിയല്ല ഒരു ടീച്ചിങ്ങിൽ നിൽക്കുന്ന ഒരാൾക്ക്. ഭയങ്കര കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള 2 രീതികളാണ് രണ്ടിനും. അപ്പൊ ടീച്ചിങ്ങിലേക്ക് കടന്നപ്പോൾ പെർഫോമൻസിന്റെ ഒരു പാറ്റേൺ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ടീച്ചിങ് ഞാൻ പണ്ട് ചേരുന്ന കാര്യമാണ്. ആൻഡ് എനിക്ക് ഭയങ്കര അടിപൊളി ടീച്ചേഴ്സ് ഉള്ള ഒരാളാണ് ഞാൻ. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ വളരെ കാമായിട്ട് തല്ലും ബഹളമൊന്നും ഇല്ലാണ്ട് പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര സമാധാനപരമായിട്ടുള്ളൊരു സ്പേസാണ് പഠിപ്പിക്കുന്ന സ്ഥലം. ബഹളം, വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ഒരു 1-on-1 ക്ലാസ്സസ് ആയിരുന്നു. ഒരു സമയത്ത് ഒരാളെ പഠിപ്പിക്കുള്ളൂ, ഗ്രൂപ്പ് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. ആ ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മുമ്പിലുള്ള ആൾക്ക് എന്താണോ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഏരിയാസ് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു അങ്ങനത്തെ ഒരു പഠിപ്പിക്കലാണ്. ഭയങ്കര ഒരു ജോണർ ബേസ്ഡ് വലിയ അങ്ങനെയൊന്നുമല്ല. കുട്ടിയുടെ ഏത് ഭാഗത്താണോ നമ്മൾ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത് ആ ഭാഗം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, കുറച്ച് യൂണീക്കായിട്ടുള്ള കുറച്ച് പീസൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ ഒരു രീതിയാണ് പോയിക്കൊണ്ടിരുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെയ്ഡ് ബാക്ക് പരിപാടിയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതും പെർഫോമൻസുമായിട്ട് ഇപ്പം എൻ്റെ ശരിക്കുള്ള ഷോയിലല്ലാത്ത സമയത്ത് ഞാൻ വീട്ടിലിരിക്കുന്നതും എൻ്റെ സ്റ്റേജിൽ നിന്നും യാതൊരു ബന്ധമില്ല. ആ കോൺട്രാഡിക്ട് അത് എല്ലാ സ്ഥലത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗൗരിയുടെ ഒരു ലൈവ് പെർഫോമൻസിൽ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരേ വൈബിലുള്ള ഒരു ടീമാണ്. അല്ല ഡാൻസേഴ്സിന് ഞാൻ അങ്ങനെ ഒരാളായതും കൂടി കൊണ്ടായിരിക്കും എനിക്ക് അവരുടെ മൂവ്മെന്റ്സും പരിപാടികളും അവർ ഇങ്ങനെ ഡ്രസ്സ് മാറി വളരെ സഡനായി വരുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അവര് നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇത്രയും 15 ആണോ 12 ആണോ എന്ന് എനിക്ക് 14 പേര് മൊത്തം. അപ്പൊ ഇത്രയും പേരുള്ള ഒരു ടീം എങ്ങനെയാ, ഗണേഷ് ഉൾപ്പെടെ എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്? വളരെ ഗ്രാജുവലായിട്ട് കൂടി വന്നൊരു നമ്പർ അങ്ങനെ വന്നത്. ആദ്യം ഇനീഷ്യലി ഡാൻസേഴ്സ് ഒന്നും ഇല്ലാണ്ട് സാധാരണ ഒരു ലൈവ് ഷോസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പിന്നെ 2 ഡാൻസേഴ്സായി. പിന്നെ നമുക്ക് LED വാൾ എഞ്ചിനീയർ വന്നു, ലൈറ്റ് എഞ്ചിനീയർ. ആദ്യം ലൈറ്റ് LED എഞ്ചിനീയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, ഇതൊക്കെ പിന്നെ വന്നതാണ്. ഡാൻസേഴ്സിൻ്റെ എണ്ണം പിന്നെ കൂടാൻ തുടങ്ങി. ഇപ്പോൾ 6 ഡാൻസേഴ്സായി. എനിക്ക് അവർക്കും നമ്മൾ നമ്മുടെ വർക്കിനോട് കാണിക്കുന്നൊരു സിൻസിയറിറ്റിയും കമ്മിറ്റ്മെൻറ്റും ഒക്കെ തന്നെയാണ് ഈ വരുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ പ്രചോദനം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അവരെ റെസ്പെക്റ്റോട് കൂടി ട്രീറ്റ് ചെയ്യുക, ബൗണ്ടറി കറക്റ്റ് വെക്കുക. ഏത് കാര്യങ്ങളിൽ പേഴ്സണൽ പ്രൊഫഷണൽ ബൗണ്ടറി ഉണ്ടല്ലോ, അത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എല്ലാവരോടും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പ്രൊഫഷണൽ സ്പേസ് ഇസ് പ്രൊഫഷണൽ, പേഴ്സണൽ സ്പേസ്. അപ്പം എൻ്റെ ഡാൻസർ അമിത എൻ്റെ അടുത്ത് വന്നിട്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം പറയുന്നത് എൻ്റെ അടുത്തായിരിക്കാം ചിലപ്പോൾ. അത് നമ്മളെ പേഴ്സണൽ ബന്ധമാണ്. പ്രൊഫഷണലി പക്ഷേ ഇറ്റ് കംസ് ടു വർക്കിംഗ് അവേഴ്സ് ആയിക്കോട്ടെ, പേയ്മെൻറ്റ് കാര്യങ്ങളായിക്കോട്ടെ, അത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ്. അത് രണ്ടും അതിൻ്റെ വർക്ക് എത്തിക്സ് ആയിരിക്കാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അപ്പം ആ ഒരു ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതും ആ റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം ഉണ്ടാവുക. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് എനിക്കും അവർക്ക് എന്നോടും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റോടുകൂടി പെരുമാറുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് തന്നെയാണ് ഒരു സ്ട്രോങ് ആയിട്ടത് മുന്നോട്ട് സന്തോഷത്തോടു കൂടി എല്ലാവരും ജോലി ചെയ്യുന്നതിന്റെ ഒരു കാരണം തന്നെയാന്ന് തോന്നുന്നു. ഈ കൺസേർട്ടിന് ആൾക്കാരെ വിളിക്കുമ്പോഴേ നിങ്ങളെല്ലാവരും ഒരു ഹോൾ പാക്കേജ് ആണല്ലോ. ഇപ്പൊ ഇന്നത് വേണ്ട അല്ലെങ്കിൽ ഡാൻസേഴ്സ് വേണ്ട, അങ്ങനെ ഗൗരി മാത്രം വന്നപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും റിക്വയർമെന്റ് പറയാറുണ്ടോ? പുറത്തുള്ള ഷോസിന് കൂടുതലും ഇത്രയും ഫ്ലൈറ്റ് ടിക്കറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ കുറെ അത് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ദുബായിലൊക്കെ നമ്മൾ ഫുൾ ടീമായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇപ്പം US UK പോലത്തെ ഷോസൊക്കെ വരുമ്പോൾ ഡാൻസേഴ്സ് എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും അതിപ്പോഴും ആ ഒരു പ്രൈമറി സാധനമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവര് പറയും ഇവിടെ വേറെ ഡാൻസേഴ്സ് ഒക്കെ ഉണ്ട്, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവർ പഠിച്ചെടുത്തോളും, നിങ്ങൾ മാത്രം വന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഷോസ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോയാൽ മതി. ഇന്നുകൂടെ ഒരു എൻക്വയറിയിൽ ഫോണിൽ വന്നിട്ട് അവർ ആദ്യം എല്ലാം ഓക്കെ പറയും. പിന്നെ അവർ നമുക്ക് കൺഫർമേഷൻ തൊട്ട് മുന്നേ അവർ പറയും നമുക്ക് ഇത്രയും പേരെ കൊണ്ടുപോകാൻ പറ്റുമോ, ഡാൻസേഴ്സിനെ കട്ട് ചെയ്യാൻ പറ്റുമോ, ഫസ്റ്റ് ചോദിക്കുന്നത് ഡാൻസേഴ്സിനെ കട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അത് എനിക്കൊരിക്കലും ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല. പോവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോകുള്ളൂ, ഒരു ടീമാണ്. ആൻഡ് ദിസ് എക്സാക്ട്ലി വാട്ട് ഐ വോണ്ട് ടു ടെൽ ദം ഓൾസോ, ദിസ് ഇസ് മൈ ടീം. ഇവിടെ അങ്ങനെ ഡ്രമ്മർ ഇസ് ഹാവിങ് എ ഹയർ ഡിഗ്രി ദാൻ ദ ഡാൻസർ ഓർ ലൈക്ക് മാനേജർ ഇസ് ലൈക്ക് ഹാവിങ് എ ഹയർ ഡിഗ്രി. അങ്ങനെ നമുക്ക് വലിപ്പ ചെറുപ്പമൊന്നും ഇല്ല. നമ്മൾ ഒരാളുടെ ഇമ്പോർട്ടൻസ് വരുമ്പോഴേക്കും ഇവരെല്ലാവരും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാവരും കൂടി പോവുകയാണെങ്കിൽ പോയാൽ മതി എന്നുള്ളൊരു
എത്തിക്സ് ആണ് നമുക്ക്. അത്രേ ഉള്ളൂ. ഈ കൺസേർട്ട് തരുന്ന വലിയ എനർജി ഉണ്ട്. ഇപ്പൊ ലൈവ് പെർഫോമറോട് ആരോട് സംസാരിച്ചാലും അവർ എന്നോട് റിപ്ലൈ ചെയ്തിട്ടുള്ളത് ലൈവ് പെർഫോമൻസ് ആണ് അവരുടെ ഏറ്റവും വലിയ ഹൈ എന്നാണ്. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി എത്ര നേരം ഗൗരിക്ക് കീപ്പ് ചെയ്യാൻ പറ്റും? അത് ഒരു ബിഹേവിയറിലോ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നത്തിലോ ഒരു ചേഞ്ച് കൊണ്ടുവരാനോ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ അവിടെ നിന്ന് കിട്ടുന്ന എനർജി? സന്തോഷമാണ് ഓഫ് കോഴ്സ്. ഇപ്പം ഈ ഒരു ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ്ങും സൈബർ ഹെയ്റ്റിന്റെയും നടുക്ക് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളൊരു ഷോ പോയി ചെയ്തത് ബാംഗ്ലൂർ. അപ്പം അവിടെയാണ് ആദ്യമായിട്ട് മറ്റേ വാളിൽ കമന്റ്സ് കാണിക്കുന്നത്. അന്നാണ് ആദ്യമായിട്ട് മുറിവ് ഫ്രണ്ടിലൊരു ഒരു ലെഫ്റ്റ് സൈഡിൽ നിറയെ പെൺകുട്ടികളും റൈറ്റിൽ ആൺകുട്ടികളും. പെൺകുട്ടികൾ രണ്ടാമത്തെ പാട്ട് മുതൽ തന്നെ ആൺകുട്ടികളുടെ സൈഡിൽ നിന്ന് മുറിവ് ചോദിക്കുന്നുണ്ട്, മുറിവ് പാടുന്ന പാട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പെൺകുട്ടികൾ ഫസ്റ്റ് ലിറിക്സ് മൊത്തം എൻ്റെ കൂടെ പാടുന്നുണ്ട്. മുറിവ് എന്നുള്ള പാട്ടിന് ഇത് സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. യൂഷ്വലി ആളുകൾ കേട്ടു തുടങ്ങിയത് എന്താ സംഭവം എന്ന് മൊത്തം കേട്ട് പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഇവർ ഭയങ്കര എനർജൈസ്ഡ് ആവുന്നു, ഭയങ്കരമായിട്ട് ചെയർ ചെയ്യുന്നു, കൈയടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. അതാണ്. പക്ഷെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ആളുകൾ ഈ പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ട് ഇത് പോയപ്പോഴേക്കും കുറേയൊക്കെ ആ ഒരു സബ് കോൺഷ്യസ്ലി നമ്മളെ എഫക്ട് ചെയ്ത എന്തോ ഒരു സെൽഫ് വർത്ത് ഇടിയലോ എന്തോ സാധനത്തിനൊക്കെ ആ ഒരു കോൺസേർട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആളുകളുടെ റെസ്പോൺസ് കണ്ടപ്പോഴേക്കും ഇറ്റ് റിയലി ഹെൽപ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാതെ ഒരു കോൺസേർട്ട് കഴിഞ്ഞ് ആ സ്റ്റേജിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന സ്ഥലത്ത് ഞാനത് വിട്ടു. പിന്നെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങുക എന്നുള്ള സ്ഥലത്തോട്ട് പോകും. താങ്ക് യു ഗൗരി. അപ്പോൾ ഗൗരി ആർജിച്ചെടുത്ത മനോധൈര്യം പോലെ ബാക്കി ഭംഗിയുള്ള. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നൈസ് ടോക്കിംഗ്.